അസ്സലാമലൈക്കും. അർഹൂസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മത്തങ്ങ കൊണ്ടുള്ള 2 വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത്. ഒന്നാമത്തേത് മത്തങ്ങ തോലും വൻപയറും തോരനും, രണ്ടാമത്തേത് മത്തങ്ങയും വൻപയറും കൂട്ടുകറിയുമാണ്. ആദ്യം മത്തങ്ങ തോല് കുറച്ച് മത്തങ്ങയോട് കൂടി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മത്തങ്ങ തോലിനെ ചെറിയ സ്ക്വയർ പീസുകളായി കട്ട് ചെയ്തെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് മത്തങ്ങയും കട്ട് ചെയ്ത് വയ്ക്കാം. അത് കുറച്ചും കൂടി വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. ഇതിൽ രണ്ടിലും ചേർക്കാനായി വൻപയർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കർ എടുത്ത് കട്ട് ചെയ്ത് വെച്ച മത്തങ്ങ ഇട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കുക്ക് ചെയ്യാൻ വയ്ക്കുക. മത്തങ്ങ കുക്കാകുന്ന സമയം കൊണ്ട് തോരന് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഒരു ജാറെടുത്ത് അതിൽ തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് പൊടിച്ചെടുക്കുക. ചട്ടി ചൂടാകുമ്പോൾ എണ്ണയൊഴിച്ച് കടുകിട്ട് മൂപ്പിക്കുക. അതിലേക്ക് ഉണക്കമുളക്, കറിവേപ്പില ചേർക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ തോലും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. മത്തങ്ങ തോല് നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് വൻപയറും അരപ്പും ചേർത്ത് നന്നായി കൂട്ടി യോജിപ്പിക്കുക. മത്തങ്ങ തോല് തോരൻ റെഡിയായി. അടുത്തത് മത്തങ്ങയും വൻപയറും കൂട്ടുകറിയിലേക്ക് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടി തേങ്ങ, കറിവേപ്പില, വെളുത്തുള്ളി, ജീരകം എന്നിവ ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. കുക്കർ തുറന്ന് അതിലേക്ക് വൻപയറും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് നന്നായി ഉടച്ചെടുക്കുക.
ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് മൂപ്പിക്കുക. അതിലേക്ക് ഉള്ളിയും തേങ്ങയും കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ഈ മിക്സ് മൂത്ത് കഴിയുമ്പോൾ ഉടച്ചു വെച്ചിരിക്കുന്ന മത്തനിലേക്ക് ചേർക്കുക. മത്തങ്ങയും വൻപയറും കൂട്ടുകറിയും മത്തങ്ങ തോലും വൻപയറും തോരനും ഇവിടെ റെഡി. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.